ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വിരുന്ന് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്വീറ്റ് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ബ്രെഡാണ്. ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കണേ. അപ്പം ഞാനിവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ അരികെല്ലാം നന്നായിട്ട് അതെല്ലാം ഒന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ അരികെല്ലാം ആ പോർഷൻസ് എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ചു കൊടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വീതം പാൽ ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ആദ്യമേ ഒഴിച്ചാൽ അത് ശരിയായില്ല, പിന്നെ നമ്മൾ ബ്രെഡ് ചേർക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ചായിട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ 1 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതേ ഒരുവിധം ഞാനിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയില്ലാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇത് ബ്രെഡല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു വരുമല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നമുക്കതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ നെയ്യുടെ മണമൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ, നമ്മുടെ ഗുലാബ് ജാം അല്ലേ. അപ്പോൾ നന്നായിട്ട് നമുക്കത് വീണ്ടും ഒന്നുകൂടെ കുറച്ച് നെയ്യൊക്കെ തൂവി കൊടുത്തിട്ട് കയ്യിലും കൂടെ ഒന്ന് വരട്ടി നമുക്കതൊന്ന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ചെറിയ ഉരുളകൾ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് വെടിച്ച് പോയി, അപ്പോൾ നന്നായിട്ട് കുഴയ്ക്കണം, അല്ലെങ്കിൽ നമ്മിങ്ങനെ വെടിച്ച് പോകും. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനത് ഉരുട്ടി നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ 4 ബ്രെഡിൽ. അപ്പോൾ ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് അതെല്ലാം അലിഞ്ഞ് വരണം. ഇനി ഞാൻ കുറച്ച് ഏലക്ക ചേർത്തിട്ടുണ്ട്, 2-3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിരിക്കും. ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നെയ്യിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ ഉരുളകളും അതിലോട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തീ കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യരുത്, നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്, കാരണം എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടേക്കരുത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ പോർഷൻസിൽ ഓരോ 2ആയിട്ടാണ് ഞാൻ ഇത് വറുത്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കരിഞ്ഞു പോയത് അതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരികയും വേണം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ബ്രെഡ് നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയത്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാൻ കേട്ടോ. അപ്പോൾ അടുത്തത് അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചൂടോടെ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇടണം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഒരു ബൗളിലോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ചൂടോടെ തന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ചൂടോടെ 1 മണിക്കൂറെങ്കിലും ഇരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ഗുലാബ് ജാമുൻ നന്നായിട്ട് റെഡിയായി കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായില്ല, എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കാരണം നമ്മുടെ വീട്ടിൽ ബ്രെഡൊക്കെ ഉണ്ടാകുമ്പോഴേക്കും നമുക്കിങ്ങനെ കഴിക്കണം തോന്നുമ്പോൾ വേഗം ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും നമ്മളത് കുതിർത്ത് വയ്ക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. താങ്ക് യു.